നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊല്ലത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് നേരെയുള്ള ആക്രമണം. ബി.ജെ.പി. പ്രവർത്തകൻ പിടിയിൽ. മുളവന സ്വദേശി സനലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സനലിനെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടതാണ് എന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. CPM-നെതിരെ പ്രസംഗിച്ചതിന് ബോധപൂർവം ആക്രമിച്ചെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത സ്വീകരണ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നതിന് ഇടയിൽ സനലിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊള്ളുകയായിരുന്നു. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന കുറ്റമാണ് പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയത്. മുളവന ചന്തമുക്കിൽ വെച്ചാണ് കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റത്. BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയാണ് സനൽ. വിവാഹ സൽക്കാരത്തിനെത്തിയ അമ്മയും മകളും ട്രെയിൻ തട്ടി മരിച്ചു. കോഴിക്കോട് കുണ്ടായിത്തോട് അമ്മയും മകളും ട്രെയിൻ തട്ടി മരിച്ചു. ഒളവണ്ണ മാത്തറ സ്വദേശി നസീമ, മകൾ 15-കാരി ഫാത്തിമാലിയ എന്നിവരാണ് മരിച്ചത്. വിവാഹ സൽക്കാരത്തിലെത്തിയപ്പോഴാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 5-ന് റെയിൽവേ പാളം മുറിച്ചു കടക്കവേ കൊച്ചുവേളി ഛത്തീസ്ഗഡ് സമ്പർക്ക് ക്രാന്തി ട്രെയിനാണ് ഇടിച്ചത്. നസീമ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഫാത്തിമ നഹ്ലയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുണ്ടായിത്തോട് കല്ലേരിപ്പാറയിൽ ഹംസക്കോയയുടെ മകൻ ഹാരിസിന്റെ വിവാഹ സൽക്കാരത്തിനാണ് ഇരുവരും എത്തിയത്. നിസാറാണ് നസീമയുടെ ഭർത്താവ്. പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ വോട്ട് രേഖപ്പെടുത്തിയ സംഭവം. ബൂത്ത് ലെവൽ ഓഫീസർ അറസ്റ്റിൽ. BLO അമ്പിളിയെയാണ് ഇലവുംതട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അമ്പിളിയെ ജാമ്യത്തിൽ വിട്ടു. ഇന്നലെ BLOയെയും കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശുഭാനന്ദനെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. ശുഭാനന്ദനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതേസമയം സംഭവം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതി അന്വേഷിക്കും. 6 വർഷം മുമ്പ് മരിച്ചയാളുടെ പേര് വോട്ടർ പട്ടികയിൽ വന്നത് ഗുരുതര വീഴ്ചയെന്ന് കളക്ടർ പറഞ്ഞു. 6 വർഷം മുമ്പ് മരിച്ച കാരിത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തു എന്നായിരുന്നു പരാതി. മെഴുവേലി പഞ്ചായത്തിലെ 1-ാം വാർഡ് കോൺഗ്രസ് മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞാണ് കള്ളവോട്ട് നടന്നതെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി വീണു. 10 വയസ്സുകാരന് ദാരുണാന്ത്യം. ആലുവയിൽ ദേഹത്തേക്ക് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി വീണ് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്പാട്ട് വീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. വൈകിട്ട് 6:15-നായിരുന്നു അപകടം. കളിസ്ഥലത്തു നിന്നും സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴങ്ങി വീഴുകയായിരുന്നു. അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെ കുട്ടിയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. എടനാട് വിജ്ഞാനപീഠം പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഇർഫാൻ. കേരള തീരത്ത് കടലാക്രമണ സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സെക്കൻഡിൽ 10 സെന്റിമീറ്റർ മുതൽ 55 സെന്റിമീറ്റർ വരെ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്.